അവൾ എല്ലാമായിരുന്നു. വീട്ടിലെ പൊന്നുമോൾ, അധ്യാപകരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി, സഹപാഠികളുടെ എല്ലാമായവൾ. ഇശൽ ആലിയയുടെ മരണവാർത്ത ഒരു നിമിഷം ഉൾക്കൊള്ളാനാവാതെ നിന്നു ഏവരും. മലപ്പുറം ജില്ലയിലെ എടരിക്കോട് PKMMHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇശൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന ലീഡർ കൂടിയായിരുന്നു. അവളെക്കുറിച്ച് പറയാൻ വീട്ടുകാർക്കും അധ്യാപകർക്കും സഹപാഠികൾക്കും ഏറെയാണ്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കിയായിരുന്നു. സ്വന്തം കഴിവിൽ മികവ് തെളിയിച്ച് സ്കൂൾ ലീഡർ സ്ഥാനത്തെത്തിയ ഇശൽ ആലിയ അധ്യാപകരും കുടുംബവും വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു. സ്വന്തം കഴിവിൽ മികവ് തെളിയിച്ച് സ്കൂൾ ലീഡർ സ്ഥാനത്തെത്തിയ ഇശൽ ആലിയയിൽ അധ്യാപകരും കുടുംബവും വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു. എന്നാൽ മരണം അവളുടെ സ്വപ്നങ്ങളെയും പ്രിയപ്പെട്ടവരുടെ പ്രതീക്ഷകളെയും തകർത്തു. സ്വന്തമായി എന്തെങ്കിലും തുടക്കമിടണമെന്നായിരുന്നു അവൾ സ്വപ്നം കണ്ടത്. ഒരു 10ാം ക്ലാസ്സുകാരിയുടെ പക്വതക്കപ്പുറമായിരുന്നു അവളുടെ ചിന്തകളും പെരുമാറ്റവും. ഇത് അധ്യാപകരെ എപ്പോഴും ആശ്ചര്യപ്പെടുത്താറുണ്ടായിരുന്നു. നിസ്സാരമെന്ന് കരുതിയ ഒരു പനി അവളെ മരണത്തിന് വിട്ടുകൊടുത്തു. പനിയെ തുടർന്ന് തളർച്ച അനുഭവപ്പെട്ടപ്പോൾ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും നില ഗുരുതരമായതോടെ അവിടെ നിന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. ഒടുവിൽ ഇന്നലെ ആ പൊന്നുമോൾ മരണത്തിന് കീഴടങ്ങി. ഇന്നലെ അവളെ വെള്ളപ്പുതിച്ച് മയ്യത്ത് കട്ടിലിൽ അവളുടെ പ്രിയപ്പെട്ട സ്കൂൾ മുറ്റത്ത് കൊണ്ടുവന്നു. അവസാനമായി തൻ്റെ സഹപാഠിയെ ഒരു നോക്ക് കാണാൻ സ്കൂൾ മുറ്റത്ത് തടിച്ചുകൂടിയത് നിരവധി പേരാണ്. അവൾ അത്രമേൽ അവർക്ക് പ്രിയപ്പെട്ടവളായിട്ടുണ്ടാവാം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കണ്ടു നിന്നവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി MP അബ്ദുസമദ് സമദാനിയുടെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് മയ്യത്ത് നമസ്കാരത്തിന് ശേഷം അവൾ യാത്രയായി, എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച് പ്രിയപ്പെട്ടവളായിക്കൊണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. السلام